റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലിബറലിസം. ലിബറലിസം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലിബറലിസം നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. എന്താണ് ലിബറലിസം? ലിബർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലിബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം എന്നാണ് അർത്ഥം. അത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. പിന്നെ ലിബറലിസം വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലിബറലിസവും നാഷണലിസവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ലിബറലിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആണ്. അതായത് നാഷണലിസ്റ്റുകൾ കുറച്ചും കൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പം ലിബറലിസ്റ്റുകൾ പ്രാധാന്യം കൊടുത്തത് വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സിനാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റം, വോട്ടിംഗ് റൈറ്റ്സ്, ഇതിനൊക്കെയാണ് അവർ പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് നോക്കുമ്പോഴത്തേക്കും പ്രാധാന്യം കൊടുത്ത്. പിന്നെ എക്കണോമിക് ആസ്പെക്റ്റ് വരുമ്പോഴത്തേക്കും ലിബറലിസ്റ്റുകളാണ് ഈ ഒരു എക്കണോമിക് ഫ്രീഡം അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ട്രേഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെയുള്ള എക്കണോമിക് ആസ്പെക്റ്റുകളും ഇവർ മസ്റ്റായിട്ടും വേണം എന്ന് പറഞ്ഞവരാണ്. അപ്പം അതിൽ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും എക്സാമ്പിളായിട്ട് സോൾവേറിൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? നിങ്ങൾ ലിബറലിസം എന്താണെന്ന് എഴുതണം, പിന്നെ ലിബറലിസ്റ്റുകളും നാഷണലിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതണം, പിന്നെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആസ്പെക്റ്റ് ഉറപ്പായിട്ടും എഴുതേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. കാരണം ലിബറലിസ്റ്റുകളാണ് ഈ പറയുന്ന എക്കണോമിക് ആസ്പെക്റ്റ് കൊണ്ടുവന്നത്. സോ അത് എഴുതുമ്പോൾ നിങ്ങൾ ഈ സോൾവേറിൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യണം.